മനഃപൂർവ്വം ഇരുന്നത്. ഇനിമേലിൽ ഞാൻ ആവർത്തിക്കില്ല. പിന്നെ അച്ഛാ, അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയാതിരുന്നത്. ഏതവനാടാ അത്? സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം പൊതുവെ കേരളത്തിൽ കുറഞ്ഞതായിട്ട് അറിവ്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? ഞാൻ ആരാണെന്ന് ഞാൻ പറയാം. 1. ഇതൊക്കെ കണ്ട പ്രതികരിച്ചു പോകുന്ന ഒരു സാമൂഹ്യ സ്നേഹി. 2. നീയൊക്കെ കൂടി കേറി പിടിച്ചതേ എന്റെ ഭാര്യ. ഭാര്യ ആരെങ്കിലും ഇതുപോലെ ഒറ്റയ്ക്ക് രാത്രി സഞ്ചരിക്കാൻ പറഞ്ഞു വിടുവാടാ? അത് കറക്റ്റാ. പക്ഷേ ഒറ്റയ്ക്ക് ഭാര്യയ്ക്ക് പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടായ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതുപോലെ ഇരിക്കൂടാ. ഇതുപോലെ ഉണ്ടാവാതിരിക്കാനല്ലേ നമ്മുടെ നാട്ടിൽ പോലീസുകാരും നിയമ സംരക്ഷകരും ഒക്കെ ഉള്ളത്. ഏത് പാതിരാത്രിക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഗൾഫ് രാജ്യങ്ങളിൽ സ്ത്രീകൾക്കുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നെ പോലുള്ള ചില സാമൂഹ്യ വിരുദ്ധന്മാര് അതിന് സമ്മതിക്കുന്നില്ല. ഇവിടെ ഇപ്പോ നിയമപാലകരെ ഒന്നും കാണാത്തതുകൊണ്ട് അല്പനേരം ഞാൻ നിയമം ഒന്ന് കയ്യിലെടുക്കുക. എന്റെ ഭാര്യയെ തൊട്ടത് കൂടാതെ ഇവിടെയുള്ള എല്ലാ സ്ത്രീകളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതിനും വരാൻ വൈകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മോക്ക് ചെറിയച്ഛനൊരു മെസ്സേജ് അയച്ചാൽ പോരായിരുന്നു. ഞാൻ വരുമായിരുന്നില്ലേ? അതുമാത്രമല്ല, വീട്ടിലാരും ടെൻഷനും അടിക്കില്ല. ഇപ്പൊ എല്ലാരും ടെൻഷനും അടിപ്പിച്ചു. മോളുടെ അച്ഛൻ ടെൻഷൻ അടിച്ച് നമുക്കും ഇരിക്കാൻ പ്രതിയില്ല. എന്തായാലും ഏട്ടന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും. വാ. ആ ദേ വന്നല്ലോ. എന്താ മോളെ ഇത്? നിനക്ക് എന്ത് പറ്റിയതാ? എന്താ ഇത്രയും താമസിച്ചെന്ന് ഞാൻ ചോദിച്ച നീ കേട്ടില്ല. എന്താ ഇത്ര ലേറ്റ് ആയെന്ന്? അച്ഛാ, അത് ഇതിനൊക്കെ ഒരു നിയമ സംവിധാനങ്ങളൊന്നും ഇല്ലേ? ഏത് സ്ഥാപനമാണെങ്കിലും ഇങ്ങനെ പിടിമുറുക്കി പിടിഞ്ഞ് ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ? നിന്റെ കമ്പനിയുടെ പേരെന്താ? അതൊരു ഫാഷൻ ഡിസൈനിങ് കമ്പനി അച്ഛാ. അതുകൊണ്ട് ആ കമ്പനിക്ക് പേരില്ലേ? RR. എന്ത്? RR. എങ്കിൽ ആ കമ്പനിയുടെ മാനേജറുടെ ഉത്തരവാദിത്തപ്പെട്ട ആരുടെയും നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. അച്ഛാ, രാത്രിയായില്ലേ? അവരെയൊക്കെ ഇപ്പൊ വിളിച്ച എന്താ കുഴപ്പം? എന്റെ മകളെ ഇത്രയും നേരം ജോലി ചെയ്യിപ്പിച്ചതിന്റെ ഉത്തരം എനിക്ക് കിട്ടണ്ടേ? നീ നമ്പറിങ് എടുക്ക്. അച്ഛാ, ഞാൻ ലേറ്റ് ആയതിന് അവരാരും ഉത്തരവാദികളല്ല. ഞാനിവിടെ തുടക്കക്കാരിയല്ലേ. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്
ഞാൻ തന്നെ കൂടുതൽ സമയം ഇരുന്നത്. പാതി രാത്രി വരെ ജോലി ചെയ്യിപ്പിക്കുന്ന കമ്പനിയില് നീ ഇനി പോകണ്ട. പ്രതാപ, ഒരു ജോലി കിട്ടാൻ വലിയ പ്രയാസമാ. മോളെ, നാളെയും രാത്രി വരെ ഇരിക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇരുന്നത്. ഇനിമേലിൽ ഞാൻ ആവർത്തിക്കില്ല. പിന്നെ അച്ഛാ, അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയാതിരുന്നത്. അച്ഛാ, സാലറി അഡ്വാൻസ് ക്രെഡിറ്റ് ആയി 1 lakh. നന്നായി. അതിൽ നിന്ന് കുറച്ച് രൂപ എടുത്തിട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് കൊടുക്ക. ബാക്കി മോളുടെ കയ്യിൽ വെച്ചാൽ മതി. ശരി അച്ഛാ. മോള് വാ. ഇനി എന്റെ അത്യാവശ്യ കാശിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇവളെ കറാവ പശുവാക്കാം. ഉഫ്, ഗതി കെട്ടാ പൂനി പുല്ലും തിന്നും. നീ പിന്നെ എന്തിനാടി എന്റെ മകന്റെ പിന്നാലെ വരുന്നേ? ചത്തോടെ നിനക്ക്. എന്താടാ ഇത്? കണ്ടില്ലേ ഫോട്ടോ? ഫോട്ടോ ആണെന്ന് എനിക്ക് മനസ്സിലായി, ആരുടെ ആണെന്നും എനിക്ക് മനസ്സിലായി. ഇതൊക്കെ എന്തിനാ നീ എടുത്ത് നോക്കുന്നേ? ചത്ത കൊച്ചിന്റെ ജാതകം എടുത്ത് വായിക്കരുത്. ഇതൊക്കെ കഴിഞ്ഞു പോയി. ഈ അയവിറക്കലൊക്കെ അങ്ങ് നിർത്തിയാ മതി. ഒരു ഫോട്ടോ നോക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്കില്ലേ? ഫോട്ടോ നോക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഈ വക ഫോട്ടോയൊന്നും നോക്കണ്ട. അതിവിടെ ഈ ഷെൽഫിനകത്തിരുന്നു. എന്താന്നറിയാൻ വേണ്ടി ഞാനൊന്ന് എടുത്ത് നോക്കിയതാ. ആയിക്കോട്ടെ, എടുത്തു നോക്കി. കണ്ടപ്പോ നമുക്ക് കാണാൻ പറ്റുന്ന ഫോട്ടോ അല്ലെന്ന് കണ്ട അത് ചവറ്റുകൊട്ടയിലേക്ക് എറിയല്ലേ വേണ്ടത്. നീ പലതും ഓർത്തോ.